UDFിന്റെ കൈവശമുണ്ടായിരുന്ന കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട നടപടിയിൽ തീരുമാനം ഇനി സർക്കാരിന് എടുക്കാമെന്ന് ഹൈക്കോടതി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് കാരശ്ശേരി ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയിരുന്നത്. ഇതിനെതിരെയുള്ള ഹർജിയിലാണ് ഹൈക്കോടതി നിർദ്ദേശം. UDF ഭരിക്കുന്ന കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട നടപടിയിലാണ് ഭരണസമിതിക്ക് ആശ്വാസമായി ഹൈക്കോടതി വിധിയുണ്ടായത്. തീരുമാനം സർക്കാരിന് വിട്ട ഹൈക്കോടതി ഹർജിക്കാരോട് കേരള സർക്കാരിൽ അപ്പീൽ നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. സഹകരണ ചട്ടത്തിനും നിയമത്തിനും വിരുദ്ധമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയെ രാഷ്ട്രീയ പ്രേരിതമായി പിരിച്ചുവിട്ട നടപടി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഭരണസമിതി അംഗങ്ങളായിരുന്നവർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ഈ കേസ് തീർപ്പാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി നിർദ്ദേശം. ബാങ്ക് ചെയർമാൻ ഒഴികെയുള്ള ഭരണസമിതി അംഗങ്ങളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അപ്പീൽ പരിശോധിച്ച് 2 മാസത്തിനകം സർക്കാർ ഉചിത തീരുമാനമെടുക്കാനാണ് കോടതി നിർദ്ദേശം. ബാങ്ക് ചെയർമാനായിരുന്ന NK അബ്ദുറഹിമാനെതിരെ ഭരണസമിതി അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെയായിരുന്നു ജോയിന്റ് രജിസ്ട്രാർ 2027 ഡിസംബർ വരെ കാലാവധിയുണ്ടായിരുന്ന ഭരണസമിതി പിരിച്ചുവിട്ടത്. നിയമവിരുദ്ധമായി പിരിച്ചുവിടുന്നതിന് മുമ്പേ 2025 നവംബർ 29, 30 തീയതികളിലായി അർദ്ധരാത്രി 829 A ക്ലാസ് മെമ്പർമാരെ തിരികെ കയറ്റുകയും 2025 ഡിസംബർ 1 ഭരണസമിതി പിരിച്ചുവിടുകയുമായിരുന്നു. അനധികൃതമായി ഷെയർ തിരികെ കയറ്റിയത് സംബന്ധിച്ച കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഭരണസമിതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം, PP ജേക്കബ് എന്നിവരും, സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് അരുൺ ചന്ദ്രൻ, ബാങ്കിന് വേണ്ടി അഡ്വക്കേറ്റ് ആനന്ദ്, അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടി അമൃത സുരേഷ് തുടങ്ങിയവരാണ് കോടതിയിൽ ഹാജരായിരുന്നത്. ബാങ്ക് ഭരണം CPMന്റെ കൈകളിലെത്തിക്കാൻ ബാങ്ക് ചെയർമാനും CPM നേതൃത്വവും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ചതാണെന്നായിരുന്നു UDFിന്റെ ആരോപണം. ബാങ്കിനെതിരെ കോടികളുടെ അഴിമതി ആരോപണങ്ങളും ഉയർന്നിരുന്നു. CTV പ്രാദേശിക വാർത്ത, മുക്കം.